യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തെ ആസ്പദമാക്കി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നിരവധി ഉപമകൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു ഉപമയായിട്ട് നമുക്ക് കൂട്ടുവാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ ഇതിനെ ഒരു ഉപമയായിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വേദഭാഗം എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ യേശു ഒരു ശിശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യം യേശു വെളിപ്പെടുത്തുകയാണ്. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ നടന്നതായ ഒരു ചർച്ച ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ ഇടയിൽ നടന്നതായ ചർച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിൽ ആരാണ് ഒന്നാമൻ? കാരണം കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കും എന്നുള്ള ആ പ്രതീക്ഷ അവർക്കുണ്ട്. അതേപോലെ തന്നെ യേശു വാഗ്ദത്ത മശിഹയാണ്. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്, യെരമ്യാ പ്രവാചകനൊക്കെ ഉദ്ഘോഷിച്ചതായ വാഗ്ദത്ത മശിഹയാണെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ദൈവരാജ്യം യേശു സ്ഥാപിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൽ പ്രധാനപ്പെട്ട റോള് ഈ ശിഷ്യഗണത്തിൽ ആർക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച അവരുടെ ഇടയിലുണ്ട്. മറ്റ് വേദഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു വിഷയം കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തർക്കത്തിന് വിരാമം കുറിക്കാൻ എന്നോണം ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര്? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെയധികം അഗ്രസീവായിട്ട്, അല്ലെങ്കിൽ അഗ്രസീവ് എന്ന് ഞാൻ പറയുന്നത് എല്ലാത്തിനും ശുഷ്കാന്തിയുള്ളവനായ വ്യക്തിയായി നമുക്ക് പത്രോസിനെ കാണാൻ കഴിയും. യേശുവിന് വേണമെങ്കിൽ പത്രോസിൻ്റെ പേര് പറയാമായിരുന്നു. പക്ഷേ യേശു സ്വർഗരാജ്യത്തിൻ്റെ മൂല്യമായി അങ്ങനെ ചെയ്യുന്നില്ല. ഇന്ന് പല ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണല്ലോ, പത്രോസാണ് ഒന്നാമൻ. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം എങ്ങും പറയുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞത്, അങ്ങനെ ഒന്നാമനാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരണം. നിങ്ങൾ ശുശ്രൂഷകരായിത്തീരണം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. അപ്പോൾ ആർക്ക് ഒന്നാമനാകാൻ കഴിയും? ആരാണോ ദാസനാകുന്നത്, ആരാണ് ശുശ്രൂഷകനാകുന്നത്, അവർക്ക് ആയിത്തീരുവാൻ കഴിയും. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മനുഷ്യന് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മനുഷ്യൻ്റെ പാപത്തിൻ്റെ നേച്ചർ, പാപപ്രകൃതം അവനെ ഇത് നല്ല വ്യത്യസ്തനാക്കി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ആകണം. നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ശിശുവിനെ പോലെ ആകാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇവിടെ യേശു ഒരു ശിശുവിനെ മുന്നിൽ നിർത്തിയിട്ട് യേശു പറയുന്നു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ കൺവെർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിവർത്തനം ചെയ്യണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ജീവിതം ഒരു ശിശുവിനെ പോലെ നിങ്ങളായിത്തീരണം. എന്താണ് ശിശുവിൻ്റെ പ്രാധാന്യം? യഹൂദ സമൂഹത്തിൽ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഒരു ശിശുവിനെ ഒരു വ്യക്തിയായിട്ട് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പ്രാധാന്യം അവർ കൊടുത്തിരുന്നില്ല. മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുന്നവരായി അവർ എപ്പോഴും നിലനിന്നിരുന്നു. ഈ കുട്ടികൾ ആർക്കും തന്നെ ഒരു ഭീഷണിയായിരുന്നില്ല. ഒരു 5 വയസ്സുള്ള കുട്ടി നമ്മുടെ ജീവിതത്തിൽ വളരെ ടെൻഷനുള്ളതായ സമയത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ഭയപ്പെടുമോ? ഇല്ല. കാരണം അത് ശിശുവായിരിക്കുന്നിടത്തോളം കാലം. എന്ന് പറയുന്ന പോലെ നമ്മൾ ആർക്കും ഭീഷണിയാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ളവരെ വഞ്ചിക്കില്ല. നാമും മറ്റുള്ളവരെ വഞ്ചിക്കാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്ന ഒരു പ്രകൃതമാണ്. ഒരിക്കലും ഒരു താഴ്മയുടെ അവസ്ഥയിലേക്ക് പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നു. ഒരു സഭയിൽ നമ്മൾ ഒന്നാമത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു യോഗത്തിൽ നമ്മൾ ഒന്നാമത് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.
ഒരു സ്റ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കസേര കിട്ടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ പ്രകൃതമാണ്. പക്ഷേ നമ്മൾ ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം. എങ്ങനെ? ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മനുഷ്യർക്ക് സ്വതവേ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ശിശുവിനെ പോലെ ആകാനുള്ള ക്വാളിറ്റീസ്. പിന്നെ എങ്ങനെ നമുക്ക് സാധിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നടത്താതെ നമുക്ക് ആർക്കും ഈ ഒരു ലെവലിലേക്ക്, ഈ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവന് സഹായമായി ആ നിമിഷം മുതലുണ്ട്. അവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉപദേശം കേൾക്കണം, ദൈവവചനം വായിക്കണം, ദൈവവചനത്തിൻ്റെ ആ ഒരു അനുസരണം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ ശിശുവിനെ പോലുള്ള ഒരു നിലവാരത്തിൽ അവന് ജീവിക്കാൻ സാധിക്കും. ശിശുവിനെ പോലെ ആകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നിന്ദാകരമായൊരു കാര്യമല്ല, മറിച്ച് ദൈവരാജ്യത്തിൽ ഉയർന്ന സ്ഥാനത്തിന് അത് കാരണമായി തീരും. ഇത് നമുക്കറിയാം. ആത്മീക സഭാ സംവിധാനങ്ങളിൽ തന്നെ ആളുകൾ, ശുശ്രൂഷകരാകേണ്ടവർ തന്നെ അവർ മത്സരിക്കുക ഒന്നാമതാകുവാൻ. എത്രയോ പണം അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നു ഒന്നാമതാകുവാൻ. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾ ദാസനായി തീരണം, നിങ്ങൾ ശുശ്രൂഷിക്കണം. ഒന്നാമനാകുവാൻ അങ്ങനെയുള്ള ഉദ്ദേശത്തിലായിരിക്കരുത് നമ്മുടെ ശുശ്രൂഷ, മറിച്ച് കർത്താവിനെന്നോണം നാം ചെയ്താൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. അവർ ദൈവരാജ്യത്തിൽ ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഒന്നാമതാകുക എന്നുള്ള ചിന്തകളെക്കാൾ ഉപരിയായിട്ട് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ പോലും നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഒന്നാമതായി തീരുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണം യേശു നടത്തുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗരാജ്യം. അപ്പോൾ ആത്മാവിലുള്ള ആ ദാരിദ്ര്യാവസ്ഥ, ആത്മാവിലുള്ള സമ്പന്നതയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് എനിക്ക് കുറവുകളുള്ള ഒരുവനാണ്, ആത്മീയമായി ഞാൻ ഒന്നുമായിട്ടില്ല, ഒരു ശുശ്രൂഷകനാകാൻ പോലും എനിക്കൊരു യോഗ്യതയില്ല, മറിച്ച് ശുശ്രൂഷകനാകാൻ എനിക്ക് എല്ലാ യോഗ്യതയുമുണ്ട്. എനിക്ക് ഇന്ന ഡിഗ്രികളുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷനുണ്ട്, ഇന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി ഒന്നാമതാകുവാൻ നിങ്ങൾ ഇച്ഛിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, മറിച്ച് നാം ഫോളോ ചെയ്യുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളെയാണ്. എന്നാൽ ഇന്ന് എത്ര പേർക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയും ഒരു ശിശുവിനെ പോലെ ആയിത്തീരുവാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെക്കൊണ്ട് സ്വയം കഴിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ അപ്രകാരമാക്കുവാൻ കഴിയും. ആരാണോ ദൈവസനെ താഴുന്നത്, നോക്കുക, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അവൻ്റെ കൈക്കീഴെ നാം താണിരുന്നാൽ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രകാശനം അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ശിശുവിനെ പോലെ ആയിത്തീരുവാൻ നീ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളെ ഞങ്ങൾ സന്ധിക്കുവാനും ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.